ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂര് അങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഫെബ്രുവരി 28 8 മണി തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടറായിട്ട് ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് സ്റ്റാഫ് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്, അവിടെയും നമുക്ക് സ്റ്റാഫ് ഹെൽപ്പിനുണ്ട്. അതുപോലെ തന്നെ 2 ഇലക്ട്രിക്കൽ ബസ് ഇതിൽ കൂടെ റൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സുഖമായിട്ട് പാർക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. മണിക്ക് തന്നെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സാറും റവന്യൂ മന്ത്രി K രാജൻ സാറും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ജനപ്രതിനിധികൾ, തൃശ്ശൂർ ജില്ലാ ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്തിലെ മറ്റ് സ്ഥാനം വഹിക്കുന്നവർ, ബ്ലോക്ക് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, സമീപവാസികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മന്ത്രിമാർ 2 പേരും ടിക്കറ്റ് എടുത്ത് സന്ദർശനത്തിന് തുടക്കം കുറിക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രിമാരും കൂടെയുള്ള മീഡിയാസും എല്ലാവരും കൂടെ നമുക്ക് 2 ഇലക്ട്രിക് ബസ്സാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ അവർ അവരുടെ ആദ്യ സന്ദർശനത്തിന് തുടക്കം കുറിക്കും ആണ് കേട്ടോ. നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടുന്ന് നമുക്ക് സ്റ്റാഫിൻ്റെ സഹായത്തോടുകൂടി ടിക്കറ്റ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. അവിടെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് കണ്ടോ. ഇതുപോലെ എല്ലാ ആൾക്കാർക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാവും കേട്ടോ. വളരെ സിമ്പിളാണ്. ഓൺലൈനായിട്ട് നമുക്ക് തന്നെ ഓടി വന്ന് ടിക്കറ്റ് എടുത്ത് കാണാവുന്നതേ ഉള്ളൂ. ഒത്തിരി മീഡിയാസ് നിങ്ങൾക്ക് കാണാൻ ചുറ്റിനും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം എടുത്തിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാർ ടിക്കറ്റ് എടുക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ രാജൻ സാറ് ടിക്കറ്റ് എടുത്തത് എല്ലാവരെയും കാണിക്കുന്നത് കേട്ടോ. ഒത്തിരി നാളത്തെ എല്ലാവരുടെയും കാത്തിരിപ്പാണ് ഈ ഒരു ദിവസം പൂവണിഞ്ഞിരിക്കുന്നത്. പിന്നീട് മന്ത്രിമാർ അവരുടെ ഇന്നത്തെ ദിവസത്തെ സന്തോഷം മാധ്യമങ്ങളുമായി പങ്കുവച്ചു. മറ്റു കാര്യങ്ങളൊക്കെ വേറെ പരാതി കൊടുത്തും കോടതിയിൽ പോയി ഇവിടേക്ക് പറയുന്നത് ഇത് ഈ നാടിൻ്റെ സ്വപ്നമാണ്. തൊഴിൽ മാത്രമല്ല, കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇത് ഞങ്ങളെല്ലാവരും എല്ലാ വിധത്തിലുള്ള കൺസെഷനും പിടികറിയില്ലേ അങ്ങനെ ആദ്യത്തെ ബസ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ ആളുണ്ടെന്ന്. സോ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് മുതലച്ചേട്ടനിൽ നിന്ന് തുടങ്ങാം. മുതലച്ചേട്ടൻ അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അടുത്ത നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്നായിരിക്കും. അഡൽട്ടിന് 100 രൂപ, സീനിയർ സിറ്റിസന് 50 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 30 രൂപ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. ഇപ്പോഴാണെങ്കിൽ ഇലക്ട്രിക്കൽ ബസ് നമ്മുടെ മിനിസ്റ്റേഴ്സിനെയും മീഡിയനെയും ഒക്കെ കൊണ്ട് ഓൾറെഡി പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് നടന്നു തുടങ്ങാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമുക്ക് പകർത്താം കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് ബസ്സിനെ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറുകയും ചെയ്യാം. ഫസ്റ്റ് ട്രിപ്പ് ബസ് പോയിട്ട് തിരിച്ചെത്തി. ഇനിയിപ്പോൾ എൻ്റെ ഊഴാണ്, ഞാൻ കയറാൻ പോവാണ്. ബസ് നമ്മളെ ഓരോ സെക്ഷനിലും ഇറക്കി വിടും. ഫുൾ ടൈം ഈ 2 ബസ് നമ്മുടെ സൂവിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ഓരോ സെക്ഷനിൽ ഇറങ്ങി കാണേണ്ട ഭാഗങ്ങളൊക്കെ കാണാം. അതിന് ശേഷം തിരിച്ചെത്തുമ്പോൾ ഇതുപോലെ തന്നെ ബസ് ഉണ്ടാവും. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. പക്ഷേ അതിന്റെ കോർഡിനേറ്റർ പൂർണ്ണമായും അതിന്റെ കാരണക്കാരൻ, കാരണഭൂതൻ എന്ന് പറയാൻ നല്ല വാക്യം ഉപയോഗിച്ചത്. പക്ഷെ രാജന്റെ ഈ ശുഷ്കാന്തിയോടുകൂടിയ പ്രവർത്തനം ഇല്ലായിരുന്നു എങ്കിൽ ഇതിങ്ങനെ നീണ്ടു മറ്റു പദ്ധതികളെ പോലെ. അങ്ങനെ മന്ത്രിമാരൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് സെക്കൻഡ് ട്രിപ്പിലാണ് ഞാൻ കയറിയത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ചാനലുകാരെയൊക്കെ കാണാം, ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഇവിടെ മാനിനെയും അതുപോലെ ജലപക്ഷികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നടന്ന് കയറുമ്പോൾ സൈലൻറ്റ് വാലിയുടെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഇതുപോലെ തന്നെ ബസ് കിട്ടും. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കയറി, ഞാനിപ്പോൾ ചെന്നിറങ്ങാൻ പോകുന്നത് സൈലൻറ്റ് വാലിയിലാണ്. അതായത് നമ്മുടെ കുരങ്ങന്മാർ ഉള്ള സ്ഥലത്താണ്.
ഈ പോർഷനിലെ മുതലച്ചേട്ടനെയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സിൽ യാത്ര തുടരാണ്. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് ഈ ഗാർഡൻ ആണെങ്കിലും ഈ സെറ്റിംഗ് ആണെങ്കിലും അത് ചെയ്ത ആൾക്കാർക്ക് വലിയൊരു അപ്രീസിയേഷൻ തന്നെ അവർ അർഹിക്കുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും ഭംഗിയിൽ സൂക്ഷിക്കുന്നതിന് ഓസ്ട്രേലിയൻ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ജോൺ കോ ആണ് നമ്മുടെ ഈ പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മൊമെൻറ്റിൽ ആളെ എനിക്ക് ഓർക്കാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഡിസൈനും സെറ്റിങ്സും ഒക്കെ വളരെ അധികം അടിപൊളിയാണ്. ഒരു കാര്യം ഓർത്ത് വെക്കുക, തിങ്കളാഴ്ച നമ്മുടെ സൂവ് അവധിയായിരിക്കും കേട്ടോ. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് നമ്മുടെ പാർക്കിന്റെ സമയം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. സൈലന്റ് വാലി സോൺ ആണ് ഇത്. നമ്മൾ പ്രത്യേകമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക കുരങ്ങന്മാരെയാണ്. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഇത് നോക്ക്, എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ക്യാമറമാൻ നമ്മുടെ അമ്മയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ 2-3 സെക്ഷൻസ് ഈ ഒരു ഏരിയയിലുണ്ട്. ഈ ഗ്ലാസ് ത്രൂ നമുക്ക് കുരങ്ങന്മാരെയും കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത്ര നേരമായിട്ട് കുരങ്ങനെയും കാര്യങ്ങളൊന്നും കാണിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാജൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു മൃഗശാലയാണെന്ന് കണ്ടിട്ട് നിങ്ങൾ വരരുത്. ഇത് ഒരു പ്രകൃതി പഠനശാലയായിട്ട് കണ്ടിട്ട് മാത്രം വരിക. കാരണം മൃഗങ്ങൾ അവരുടെ ആവാസ വ്യവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ അവരെ കാണാൻ വരുന്ന അതിഥികൾ മാത്രമാണ്. അവർക്ക് പറ്റുന്ന പോലെ സ്വതന്ത്രരായി ഹാപ്പി ആയിട്ട് പാറി പറന്ന് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കുരങ്ങന്മാരെ കാണാനായിട്ട് പറ്റിയില്ല. ബസ് നമ്മളെ ഓരോ സെക്ഷനിൽ ഇറക്കി തരും. അവിടെ നമുക്ക് സാവകാശം നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത സെക്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഓരോ സെക്ഷൻ കഴിയുന്ന സമയത്ത് അവിടെ ഇതുപോലെ തന്നെ നമുക്ക് ഫുഡ് സെൻറ്ററും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബസ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു 50 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ നടന്ന് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം, ബസ്സിന് പോകുന്നവർക്ക് ബസ്സിന് പോവാം. നടക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ടയേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് നടക്കുക, പിന്നെ ബസ്സിൻ്റെ സഹായം തേടുക. അതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. ഇനി പോകുന്ന സെക്ഷനിലാണ് ഒത്തിരി അധികം ആൾക്കാർ കാണാൻ എപ്പോഴും വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ പുള്ളിപ്പുലിയും കടുവയും ഉള്ളത്. നമുക്ക് എന്തായാലും അപ്പോൾ കണ്ടിട്ട് വരാം. പിന്നെ ഉച്ചയോടടുത്ത സമയമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവരും കുറച്ച് ഇങ്ങനെ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒളിച്ചൊക്കെയാണ് ആദ്യം ഇരുന്നത്. പിന്നെ നമ്മൾ അവരെ കണ്ട് പിടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാൾ നടക്കുന്നത്. ആ ആൾ പുറത്ത് വരാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം നിന്നു. ഒരു കാര്യം മൈൻഡിൽ വെക്കുക, അവരെ നമ്മൾ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒത്തിരി ആൾക്കാർ ഒച്ചയെടുക്കുക, വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മാക്സിമം ചെയ്യാതിരിക്കുക, അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അപ്പം അവർ നമ്മളെ കാണാൻ വേണ്ടി ഇതുപോലെ ഇറങ്ങി വരും. അവരവിടെ സമാധാനത്തിൽ ആശ്വാസത്തിലിരിക്കട്ടെ. നമുക്ക് അവരെ മാറി നിന്ന് വീക്ഷിക്കാം. ഒച്ചെടുക്കല്ലോ, ഒച്ചെടുത്ത പോവും. ഒച്ചെടുത്ത പോവും, നോക്കണം. ഇത് നമ്മുടെ കടുവക്കുട്ടൻ. അപ്പുറത്ത് പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അവർക്ക് അങ്ങനെ ഒച്ചയുടെ ഡിസ്റ്റർബൻസ് വരില്ല. അല്ലാത്ത സമയത്ത് നമ്മളങ്ങനെ സൂക്ഷിക്കാതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിനകത്ത് വന്നിട്ട് കടുവയുടെ കുളിസയും കണ്ടില്ല എന്ന് വേണ്ട, അതങ്ങോട്ട് ആയിക്കോട്ടെ, എക്സ്ക്ലൂസീവാ. ചൂടെടുക്കണ്ടോ, അതാണ്. കുളിയും കഴിഞ്ഞ് പോവുക.
അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കണം. ഇത് നമ്മൾ നേരത്തെ കണ്ട ആളല്ല കേട്ടോ. ഈ ആൾ അവിടെ റെസ്റ്റിങ്ങിലാണ്. ഞാൻ വരുന്നത് വരെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നത് കണ്ടപ്പോൾ അതെന്ന് തോന്നുന്നുണ്ട് ഒറ്റ കിടപ്പായിരുന്നു. ഇതാണ് കാട്ടുപോത്ത്. നമ്മൾ ഇന്ന് ഇപ്പിട്ടിരിക്കുന്ന ഈ വീഡിയോ കൂടാതെ കഴിഞ്ഞ വർഷം നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും അതുപോലെ തന്നെ ബസ് അനുവദിച്ചപ്പോൾ കുറച്ച് മീഡിയക്കാർക്ക് അലോവൻസി കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. ആ സമയത്ത് നമ്മളെടുത്തൊരു വീഡിയോയും കിടപ്പുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് കയറി കാണാം കേട്ടോ. മയിലല്ലേ അത്? മയില. അങ്ങനെ നമ്മുടെ കടുവേനെയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം പിന്നത്തെ സെക്ഷനകത്ത് ഒട്ടകപ്പക്ഷിയൊക്കെയാണ് വരുന്നത്. അതിന് മുൻപായിട്ട് ഒരു ഫുഡ് സെൻറ്ററും നമുക്ക് ഇരിക്കാനുള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സെക്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ ബസ്സിൽ കയറാം ആ സെക്ഷനിൽ നിന്ന്. അവിടെ നിന്ന് അവർ നെക്സ്റ്റ് ഒരു താഴെ കൊണ്ട് ഇറക്കും. അവിടെ നിന്ന് വേണമെങ്കിലും നടന്ന് ഇവിടെ വന്ന് കയറി കാണാം കേട്ടോ. ഞാൻ നേരെ നടന്ന് ഇങ്ങോട്ട് ഇറങ്ങി. രണ്ട് സുന്ദരിമണികൾ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണേ, ആരാ വന്നിരിക്കുന്നേ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണാവോ അവ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തല നീട്ടി നോക്കുന്നുണ്ടോ, വളരെ ക്യൂട്ടായിരുന്നു. അമ്മേനെ കണ്ടിട്ടേ അത് ഇങ്ങോട്ട് നോക്കി നിൽക്കാം, എന്തേലും തിന്നാൻ കിട്ടുമെന്ന് ഓർത്തിട്ട്. ഇതാണ് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ സ്ഥലം. പക്ഷെ പുള്ളിക്കാരനൊരു മൂടുണ്ടായിരുന്നില്ല, അത് കാരണം എന്നെ കാണാൻ വന്നില്ല. അങ്ങനെതാ നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു പ്ലേസിലേക്ക് എത്തുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊരു ഫുഡ് സ്പോട്ട് ഉണ്ട്. ബസ് വെയിറ്റ് ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. ഓരോ സെക്ഷനകത്തും ഇതുപോലെ ബസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടി ഈസിയാണ്. എനിക്കിങ്ങനെ ഈ ബസ്സിൽ പോകുന്ന യാത്രയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് കാണാനും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പോർഷനിലായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ചെല്ലുമ്പോൾ കുറുക്കനെ കാണാനായിട്ട് പറ്റും. കുറുക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ അവിടെ കാണുന്ന കുറുനരിയാണ്. ബസ് നമ്മളെ സ്റ്റാർട്ടിങ് സെക്ഷനിൽ തന്നെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞുകൊണ്ട് ഒന്ന് വെള്ളം കുടിച്ചിട്ട് അതിന് ശേഷം മാനിനും ജലപക്ഷികളുടെ സെക്ഷനും കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നേരെ ആ ചേട്ടന്മാർ വരുന്ന വഴി കണ്ടോ, അവിടുന്ന് ലെഫ്റ്റ് പോയാൽ മാനിൻ്റെ സെക്ഷനും റൈറ്റ് പോയാൽ ജലപക്ഷികളുടെ സെക്ഷനാണ് കേട്ടോ. ഇനി ജലപക്ഷികളുടെ സെക്ഷനിൽ നമ്മൾ കടന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് നമുക്ക് മാനിൻ്റെ അവിടേക്ക് സ്റ്റെപ്പ് കയറി പോകാവുന്നതേ ഉള്ളൂ. ഇത് പറന്നുപോയി. ഈ പുള്ളിക്കാരനും വെള്ളത്തിനകത്ത് ഉള്ള കുളിസീൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്.
ഫോട്ടോ എടുത്താ മൊബൈലേക്ക് വിടണ്ട കേട്ടോ. അതൊന്നും അടുക്കലിരിക്കണ്ട ചെറുത്. നോക്കിയാ എനിക്ക് ഇവിടെ നിൽക്കുമ്പോ കാണുമ്പോ എനിക്കൊരു വലിയ ഇത് അത് മീനെ പിടിക്കാൻ ഇതാ കണ്ട ആ പാറയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നവൻ, അവൻ എന്ത് ചെയ്ത് ആ പാറയുടെ പുറത്ത് വരുന്നില്ല. ഇത് ഇപ്പുറത്ത് ഒരാൾ നടപ്പുണ്ട്. ഇവരെ ഞാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ദേ ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. ഈ ആളെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, പക്ഷെ ക്യൂട്ടായിട്ടില്ലേ നിൽക്കുന്നു നോക്കൂ. അതിനെ കണ്ടാ വെള്ള ഇതാണ് നീർക്കാക്ക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മാനിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇനി അടുത്തത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ മരത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മാൻകുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ഓൾറെഡി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എടുത്ത് കാണുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മാനുകളെ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം ഉച്ച സമയമാണ്, അപ്പോൾ അവർക്ക് ചൂടെടുക്കുന്നുണ്ടാവും. അത് കാരണം അവർ തണലത്ത് പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ ഒരു ആമ്പൽക്കുളം കണ്ടു. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ദേ ഇതുപോലെ വിസ്തരിച്ച് കിടക്കുന്ന ഒരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. ഇത് കണ്ടോ, ബസ് ഫൈനൽ പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുതേ.